Dear children, good morning. Today we will be discussing some more problems on fractions. Look here. The first question for you today is arrange the following in descending order. എന്താ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ഫ്രം ഗ്രേറ്റസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിനെ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. വി ഹാവ് ടു അറേഞ്ച് ദീസ് ത്രീ ഫ്രാക്ഷൻസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് ഏതാണെന്ന് കണ്ടുപിടിക്കണം ആദ്യം, പിന്നെ അതിനേക്കാൾ ചെറുത്, പിന്നെ ഏറ്റവും ചെറുത്. ഈ മൂന്നെണ്ണത്തിൽ അതിനെ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. ഓർഡർ ഇങ്ങനെയാണ്, ഡിസെൻഡിങ് ഓർഡർ. അപ്പൊ അതിന് നമ്മൾ ആദ്യം ഈ ഡിനോമിനേറ്റേഴ്സ് നോക്കുമ്പോൾ ഡിനോമിനേറ്റേഴ്സ് 3 ആണ്, 9 ആണ്, 21 ആണ്. അപ്പൊ നമുക്ക് ഡിനോമിനേറ്റർ ഈക്വലൈസ് ചെയ്തെങ്കിൽ മാത്രമേ, എല്ലാ ഡിനോമിനേറ്ററും ഒരുപോലെയാണെങ്കിൽ മാത്രമേ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയുള്ളൂ, ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഇതിന്റെ LCM കണ്ടുപിടിക്കുക, ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ 3 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒരു പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 7 പ്രാവശ്യം. ഇനിയും 3 കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 1 അതുപോലെ അങ്ങോട്ട് എഴുതും, 3-ൽ 1 പ്രാവശ്യം, 7-ൽ 3 നമുക്ക് പോവില്ല. അപ്പൊ LCM കാണുമ്പോൾ നമ്മൾ ഇവിടെ 7 എഴുതും. ഇനി 7 എഴുതും, 1 1 and 1. Therefore LCM is equal to 3 into 3 into 7. ഇത് എത്ര വരിക? This is equal to 3 into 3 എന്ന് പറഞ്ഞാൽ 9, 9 into 7 എത്രയാണ്? 9 into 7 63. അപ്പൊ ഇതിന്റെ LCM 63 ആണ്. അപ്പൊ ഇനി നോക്ക്, ഇനി നമ്മൾ 2 ഡിവൈഡഡ് ബൈ 9-നെ LCM അതായത് 63 ഡിനോമിനേറ്റർ ആവുന്ന രീതിയിലുള്ള ഇക്വലന്റ് ഫ്രാക്ഷൻ ആക്ട് ചെയ്തതാണ്. അപ്പൊ ഇവിടെ ഈ 9-നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 63 വരുന്നത്. അപ്പൊ 2-നെയും നമുക്ക് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2-നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 14 എന്ന് കിട്ടും. അപ്പോ 2/9 is equal to 14/63. അതുപോലെ 2 divided by 3-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് ഈ 63 ആയി മാറുക? 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ ഇവിടെ ഇതിനെ 41 divided by 63 എന്ന് വരും. മനസ്സിലായോ? നമ്മൾ എല്ലാത്തിന്റെയും LCM ഡിനോമിനേറ്റർ LCM ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇവിടെ 63, ഇവിടെയും 63 വരണമെങ്കിൽ എന്ത് ചെയ്യണം? 3-നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3-നെ 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 2-നെയും നമുക്ക് 21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 41 അല്ല, 42 ആണ് വരിക കേട്ടോ. 42/63 എന്ന് വരും. അതുപോലെ 8/21, ഈ 21-നെ നമുക്ക് 63 ആക്കണമെങ്കിൽ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 63 ഇവിടെ വന്നു, അപ്പൊ ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 3/8 = 24. അപ്പൊ നോക്ക്, ഈ ഫ്രാക്ഷൻസ് എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ 63 ആയി മാറി. ഇവിടെ 63, ഇവിടെയും 63, ഇവിടെയും 63. അപ്പൊ ഡിനോമിനേറ്റർ ഒക്കെ ഈക്വൽ ആണ്. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അതായത് 63 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 14, 63 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 42 പാർട്ട്, 63 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 24 പാർട്ട്. അപ്പൊ ഏറ്റവും വലുത് ഏതാ? ഇതല്ലേ ഏറ്റവും വലുത്. 63-ൽ 42 അല്ലേ വലുത്. ഇപ്പൊ നോക്ക്, നിങ്ങളുടെ മാർക്കൊക്കെ നോക്കുകയാണെങ്കിൽ 63-ൽ 42 കിട്ടി ഒരു കുട്ടിക്ക്, 63-ൽ 14 കിട്ടി വേറെ കുട്ടിക്ക്, 63-ൽ 24 കിട്ടി വേറെ കുട്ടിക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടി ആരാ? 63-ൽ 42 കിട്ടിയ ആളല്ലേ. അതുകൊണ്ട് the descending order is ഏതാണ്? ഏറ്റവും വലുത് ഏതാ? നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്കാണ്. ഡിസെൻഡിങ് ഓർഡർ മീൻസ് ഫ്രം ഗ്രേറ്റർ ടു സ്മോളർ. അപ്പൊ 42 divided by 63, പിന്നെ ഇത് കഴിഞ്ഞാൽ ഏതാ? 24 divided by 63. അത് കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് 14 divided by 63. ഇതാണ് ഏറ്റവും ചെറുത്. അതായത് ദാറ്റ് ഈസ് ഏതാണ്? ഈ 42/63 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2/3. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ഫ്രാക്ഷൻസിനെ എഴുതണം. അപ്പൊ 2/3 ആണ് ആദ്യം വരിക. പിന്നെ വരുന്നത് 8/21, 8 divided by 21. അതിൽ ഏറ്റവും ചെറുത് 2 divided by 9.
അപ്പോൾ ഇതാണ് ഇതിന്റെ ഡിസെൻഡിങ് ഓർഡർ. ഓക്കെ, ലുക്ക് ഹിയർ വൺ മോർ ക്വസ്റ്റ്യൻ ഓഫ് ദ സെയിം ടൈപ്പ്. ഇവിടെയും നമുക്ക് ഇതിനെ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ LCM കണ്ടുപിടിക്കണം. ഇതിന്റെ LCM കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു പരിധി വരെ. അപ്പോൾ ഇതിന്റെ LCM എത്ര വരിക? 70 ആണ് വരിക കേട്ടോ. LCM = 70. ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ LCM കണ്ടു നോക്കിയാൽ മതി. നമ്മൾ ഇവിടെ LCM കണ്ട അതേ രീതിയിൽ LCM കണ്ടുപിടിച്ചാൽ 5, 7, 10 ഇവയുടെ ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ 70 ആണെന്ന് വരും. അപ്പോൾ നമുക്ക് ഈ 1/5നെ 70 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1/5നെ 70 ആക്കണമെങ്കിൽ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 24 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 24 അല്ല 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 14 × 5 ആണ് 70. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിലും 14 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ 1/5 എന്തായി മാറി? 14/70 ആയി മാറി. അതുപോലെ 3/7 ഡിനോമിനേറ്റർ 70 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ന്യൂമറേറ്ററും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 × 10 എന്ന് പറഞ്ഞാൽ എത്ര? 30. അപ്പൊ 30/70 എന്ന് വന്നു. ഇനി അവസാനത്തത് 7/10. ഇതിന്റെ ഡിനോമിനേറ്റർ 70 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 70 വന്നു. ഇവിടെ എന്താ വരിക? 7 × 7 49. ഇപ്പൊ നോക്ക്, ആദ്യത്തത് 14/70, പിന്നുള്ളത് 30/70, പിന്നുള്ളത് 49/70. ഇപ്പൊ നോക്ക്, ഇവിടെ നോക്കുമ്പോൾ ഇത് 70 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 49 പാർട്ട്, 70 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 30 പാർട്ട്, 70 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 14 പാർട്ട്. അപ്പൊ ഏതാ ഏറ്റവും വലുത്? ഇതാണ് ഏറ്റവും വലുത് അല്ലേ? സോ ദ ഡിസെൻഡിങ് ഓർഡർ ഈസ് 7/10, അത് കഴിഞ്ഞാൽ 3/7, then smallest one is 1/5. അപ്പൊ എപ്പോഴും നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ, ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആവണം. ഡിനോമിനേറ്റർ ഈക്വൽ ആയെങ്കിൽ നമുക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ഇതിന്റെ ആൻസർ എഴുതാം. ദ ഡിസെൻഡിങ് ഓർഡർ ഈസ്, ഏറ്റവും വലുത് ഏതാണ്? 49/70. അപ്പൊ ആ സ്റ്റെപ്പ് ഞാൻ എഴുതുന്നില്ല. അതിന് ഈക്വലന്റ് ആയിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉള്ളത് 7/10 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ ഉള്ളത്? 30/70 എന്ന് പറഞ്ഞാൽ 3/7 ആണ്. അത് കഴിഞ്ഞാൽ 1/5 എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഫ്രാക്ഷൻസിൽ ഏറ്റവും വലുത് 7/10 ആണ്. അത് കഴിഞ്ഞാൽ 3/7 ആണ്. സ്മോളസ്റ്റ് 1/5 ആണ്. അപ്പൊ ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതാണ് വലുത് എന്ന് അറിയണമെങ്കിൽ എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കണം. സെയിം ആക്കാൻ LCM കണ്ടുപിടിക്കുക. എന്നിട്ട് LCMലേക്ക് ഡിനോമിനേറ്റർ കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. ഇനി വേറെ ചോദ്യം നോക്ക്. A rectangular sheet of paper is 12 1/2 cm long and 10 2/3 cm wide. Find its perimeter. നമുക്കറിയാം എങ്ങനെ പെരിമീറ്റർ കാണാം? perimeter of a rectangle എന്താണ് ഫോർമുല? 2 × L + B. ഇതാണ് ഫോർമുല. L എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത് ആണ്. B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ L തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ 12 1/2 എന്നുള്ളത് എന്താണ്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, I have told you we cannot do calculation by using mixed fractions. So we have to convert this one into improper fraction. What is the procedure? 2 × 12 plus 1 divided by 2. This is equal to 2 × 12 is 24. 24 plus 1, which is 25. 25 divided by 2, and the other one 10 2/3. This also a mixed fraction. So again we have to convert this also into a improper fraction, which means 3 × 10 plus 2 divided by 3 എന്ന് പറഞ്ഞാൽ 3 × 10 എന്ന് പറഞ്ഞാൽ 30 ആണ്. 32 divided by 3. അപ്പൊ നമുക്ക് ഇനി ഇവിടെ വാല്യൂ കൊടുക്കാം. This is equal to 2 × എന്താണ്? 12 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 divided by 2 ആണ്. പ്ലസ് പിന്നെ 10 2/3 എന്ന് പറഞ്ഞാൽ
32 divided by 3 യുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് this is equal to 2 into ബ്രാക്കറ്റിലുള്ളത് a fraction plus another fraction. അപ്പൊ ഇവിടെ നോക്ക്, രണ്ട് fractions ആഡ് ചെയ്യാൻ what is the rule? We have to check the denominator. Here are they equal? No, they are not equal. So we have to make them equal. What is the easy procedure? Here numerator and denominator both you multiply by 3. And in the second fraction, numerator and denominator both you multiply by 2. Which means here if you multiply by 3, you will get 75 divided by 6. 2 into 3 is 6. Plus here 32 into 2, which is 64. 64 divided by 6. Okay, now you can simplify this one. This is equal to 2 into, in the answer part, denominator will be 6. 75 plus 64. 75 plus 64, which is equal to here 9, and here it is 139. So 139 divided by 6. So okay, what is this? This is equal to 2 into 139 divided by 6. We can cancel 6 and 2 here one time, and here it is 3 times. So this is equal to 139 divided by 3. Again, this is an improper fraction, so we can write this as a mixed number. For that, we have to divide 139 divided by 3. How many times? Here 4 times. 4 times 3 is 12. Then 1 balance. Then 19. In 19, how many times 3? 6 times. 18. Then what is balance? 1 is balance. So this is equal to, quotient is 46, remainder is 1, and the divisor is 3. Therefore, perimeter of this rectangle is 46 1 by 3 centimeter. Okay. ഇനി ഇവിടെ നോക്കി, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊരു വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ ആണ്. Ritu ate 3/5 part of an apple, and the remaining apple was eaten by her brother Sonu. എന്താണ് ക്വസ്റ്റ്യൻ? How much part of the apple did Sonu ate? The part of apple that Somu eaten is equal to എത്രയാണ് നോക്ക്? 3/5 എന്ന് പറഞ്ഞാൽ 5 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 3 പാർട്ട് ആര് തിന്നു? ഋതു തിന്നു. ബാക്കിയുള്ളത് ആരാ കഴിച്ചത്? ബാക്കിയുള്ളത് കഴിച്ചത് സോമു ആണ്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? 5 ഈക്വൽ പാർട്ട് ആക്കി അതിൽ 3 പാർട്ട് ഋതു തിന്നു, ബാക്കിയുള്ളതാണ് ആര് തിന്നത്? സോമു തിന്നത്. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? 2 പാർട്ടാണ് ഉണ്ടാവുക. 2 divided by 5. അല്ലെങ്കിൽ നമുക്ക് ഒരു ആപ്പിളിൽ നിന്ന്, അതായത് 1ൽ നിന്ന് 5 ഈക്വൽ പാർട്ട് എന്ന് പറഞ്ഞാൽ 5/5. 5/5ൽ നിന്ന് 3/5 ഇങ്ങനെ കുറച്ചാലും മതി കേട്ടോ. അപ്പൊ ഇവിടെ നോക്ക്, ഡിനോമിനേറ്റർ സെയിം ആണ്, 5 തന്നെയാണ്. അപ്പോ 5 minus 3 which is equal to 2. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ലോജിക്ക് വെച്ച് ആലോചിച്ചാൽ കിട്ടും. 5 ഈക്വൽ പാർട്ട് ആക്കി അതിൽ 3 പാർട്ട് ഋതു തിന്നു, ബാക്കിയുള്ളത് സോമു ആണ് തിന്നത് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ദ പാർട്ട് ഓഫ് ദ ആപ്പിൾ ദാറ്റ് സോമു ഹാഡ് ഈറ്റൻ ഇസ് ഈക്വൽ ടു 2/5. ഓക്കെ. പിന്നെ നോക്ക്, ഹൂ ഹാഡ് ദ ലാർജർ ഷെയർ? ആരാണ് വലിയ പാർട്ട് കഴിച്ചത്? 2/5 ഉണ്ട്, 3/5 ഉണ്ട്. അപ്പൊ ഇതിൽ 3 അല്ലേ, അതായത് 5 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 3 പാർട്ട്, അതാണ് ഋതു അല്ലേ. അതുകൊണ്ട് ഋതു ഹാഡ് larger part or larger share by how much? It is very simple. 2/5 ആണ്, 3/5 ആണ്. അപ്പോ by ഋതു had larger share by how much? by 1/5. 1/5 ആണ് കൂടുതൽ കഴിച്ചത്. നോക്ക്, ഇവിടെ 3/5 ആണ്, ഇവിടെ 2/5 ആണ്. അപ്പൊ 1/5 ആണ് ഋതു കൂടുതൽ കഴിച്ചത്. വളരെ സിമ്പിൾ ആണ്. ഇനി നമുക്ക് വേറൊരു ചോദ്യം കൂടി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പെരിമീറ്റേഴ്സ് ഓഫ്, രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ട്രയാങ്കിൾ ABE. ട്രയാങ്കിൾ ABEയുടെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ABEയുടെ പെരിമീറ്റർ കാണാൻ എന്താ ചെയ്യണ്ടേ? അതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 3 വശങ്ങളും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സോ വി നോ what is perimeter. Perimeter is the distance around a shape.
അപ്പൊ നോക്ക്, നമുക്ക് ഒരു ഭാഗത്തുള്ളത് 5/2 എന്ന് തന്നിട്ടുണ്ട്, ഈ സൈഡ് 5/2 എന്ന് തന്നിട്ടുണ്ട്, പിന്നത്തെ സൈഡ് 2 3/4 എന്ന് തന്നിട്ടുണ്ട്. മൂന്നാമത്തത് ഇതാണ് ട്രയാങ്കിൾ ABE. അപ്പോൾ മൂന്നാമത്തെ സൈഡ് 3/5 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 3 ഫ്രാക്ഷൻസ് ആഡ് ചെയ്യണം. അപ്പൊ ആദ്യം കുഴപ്പമില്ല, ആദ്യത്തെ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഫോം തന്നെയാണ് ഉള്ളത്, 5/2 പ്ലസ് ഇതൊരു മിക്സഡ് നമ്പർ ആണ്, ഇതിനെ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. എങ്ങനെ ചെയ്യാം? 2 into 4 പ്ലസ് 3. 2 into 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 11 ഡിവൈഡഡ് ബൈ 4. ഇവിടെ ഞാൻ ആ സ്റ്റെപ്പ് എഴുതാത്തത്, നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് മുൻപൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇത് മിക്സഡ് ഫ്രാക്ഷനിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. പ്ലസ് ഇവിടെയും അതുപോലെ തന്നെ, ദിസ് ഓൾസോ എ മിക്സഡ് ഫ്രാക്ഷൻ, സോ വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. 3 into 5 പ്ലസ് 3 എന്നാണ് വരിക. 3 into 5 എന്ന് പറഞ്ഞാൽ എത്ര? 15. 15 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 18. അപ്പൊ 18 ഡിവൈഡഡ് ബൈ 5. ഇനി നോക്ക്, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. ഒന്നുകിൽ നമുക്ക് LCM കണ്ടിട്ട് എല്ലാത്തിൻ്റെതും ഒന്നിച്ച് ഈക്വൽ ആക്കാം, അതല്ലെങ്കിൽ വേറെ മെത്തേഡ്, ആദ്യം ഇത് തമ്മിൽ ആഡ് ചെയ്യാം, 5/2 11/4. നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ഒരു മെത്തേഡ്. 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 11 ഡിവൈഡ് ബൈ 4. അത് മാത്രം ആദ്യം ചെയ്യുകയാണെങ്കിൽ, അതായത് ഇത് മാത്രം ആദ്യം ചെയ്യുകയാണെങ്കിൽ, ഡിനോമിനേറ്റർ നമുക്ക് ഇവിടെ 4 ഉണ്ട്, അപ്പൊ ഇവിടെയും 4 ആക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അത് 4 ആക്കണമെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 into 2, അപ്പൊ ന്യൂമറേറ്ററിലും 2 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 11 ഡിവൈഡഡ് ബൈ 4. ഇത് ഒരു മെത്തേഡ് മാത്രമാണ് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് LCM കണ്ടിട്ട് എല്ലാത്തിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആക്കിയിട്ട് ഒരേ സമയം എല്ലാം കൂടി ആഡ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പ്ലസ് 18 ഡിവൈഡഡ് ബൈ 5. ഇനി ഇവിടെ നോക്ക്, ഇപ്പൊ എന്താ ഇവിടെ ഉള്ളത്? ദിസ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 18/5. നോക്ക്, ഇപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെ 4 ആണ്, ഇവിടെയും 4 ആണ്. അപ്പൊ നമുക്ക് ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്താൽ മതി. 10 പ്ലസ് 11 എന്ന് പറഞ്ഞാൽ 21. 21 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 18 ഡിവൈഡഡ് ബൈ 5 എന്നായി മാറി. അതായത് ഈ ബ്രാക്കറ്റിലുള്ളത് നമുക്ക് എന്തായി മാറി? 21 ഡിവൈഡ് ബൈ 4 പ്ലസ് 18/5 എന്നായി മാറി. അപ്പൊ 2 ഫ്രാക്ഷൻസ് വീണ്ടും ആഡ് ചെയ്യാനാണ്. അപ്പൊ എന്താണ് അവിടെ ഡിനോമിനേറ്റർ ഈക്വൽ ആണോ? അല്ല, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. വി ഹാവ് ടു മേക്ക് ദം ഈക്വൽ. ഫോർ ദാറ്റ് വാട്ട് വി ഡു? ഈ 21 ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 21 into 5 ഡിവൈഡഡ് ബൈ 4 into 5 പ്ലസ് രണ്ടാമത്തെ ഫ്രാക്ഷന് 18 into 4 ഡിവൈഡഡ് ബൈ 5 into 4. ഒന്നുമില്ല, നമ്മൾ ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും വി ഹാവ് മൾട്ടിപ്ലൈ ബൈ 4. അപ്പൊ അങ്ങനെ വരുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഇതെത്ര? 21 into 5. എത്ര? 21 into 5. ഒരു 5 5, 2 5 10. അപ്പൊ 105 എന്ന് വരും. 105 ഡിവൈഡഡ് ബൈ 20 പ്ലസ് ഇവിടെ 18 into 4 4 8 32ക്ക് 2 സിസ്റ്റം 3 ഒരു 4 4 3 7. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 20 എന്ന് വന്നു. ഇപ്പൊ നോക്ക്, ഇനി നമുക്കിത് കൂട്ടിയാൽ മതി. 105 പ്ലസ് 72, 5ഉം 2ഉം എത്ര? 5ഉം 2ഉം 7. പിന്നെ വരുന്നത് 7ഉം 0ഉം, അപ്പൊ അതും 7. പിന്നെ നമുക്ക് 1 മാത്രം. അപ്പോ 177 ഡിവൈഡഡ് ബൈ 20 എന്ന് വരും. ഇത് എന്ത് ടൈപ്പ് ഓഫ് ഫ്രാക്ഷനാ? ദിസ് ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ദിസ് ഈസ് ആൻ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. സോ വി ക്യാൻ കൺവേർട്ട് ദിസ് വൺ ഇൻടു എ മിക്സഡ് ഫ്രാക്ഷൻ. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മൾ ചെയ്യുമ്പോൾ 177 ഡിവൈഡഡ് ബൈ 20 എന്നാണ് ചെയ്യേണ്ടത്. എത്ര പ്രാവശ്യം ഉണ്ടാവുക? ഇതിൽ 177 20 എത്ര പ്രാവശ്യം ഉണ്ടാവുക? എത്ര പ്രാവശ്യം ഉണ്ടാവുക? 8 അല്ലേ? 8 പ്രാവശ്യം ഉണ്ടാവുക. നോക്ക്, 8 0 0 2 8 16, ബാക്കി ഇവിടെ 7, ഇവിടെ 1. ഇനി നമുക്ക് 20 ഇല്ല അല്ലേ? അപ്പൊ നമുക്കിതിനെ കോഷ്യന്റ് 8 ആണ്, പിന്നെ റിമൈൻഡർ 17 ആണ്, ഡിവൈസർ 20 ആണ്. അപ്പൊ ഇതിനെ ഈ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത്രയും
സെന്റിമീറ്റർ. ഇതാണ് ഇതിന്റെ പെരിമീറ്റർ. അപ്പൊ ഇവിടെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും കൂടി കൂട്ടാനാണ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. പെരിമീറ്റർ ഓഫ് എ ഷേപ്പ് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് അറൌണ്ട് ഇറ്റ്. അപ്പൊ ഇവിടെ 3 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? സിംപ്ലിഫിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ആണ്. അഡീഷൻ മാത്രമേ ഇപ്പൊ ഇവിടെ വന്നിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പാർട്ട്, ഒരു ചോദ്യം കൂടി ഉണ്ട് ഇവിടെ അല്ലെ. ദ റെക്ടാംഗിൾ ബി സി ഡി ഇ. ഇത് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള സമയപ്പല്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വകം ഈ ഡി എന്നുള്ള സൈഡ് 7/6 ആയതുകൊണ്ട് ബി സിയും 7/6 തന്നെ ആയിരിക്കും. എന്താ കാരണം? ഇതൊരു റെക്ടാംഗിൾ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ ബി ഇ 3/4 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് സി ഡിയും 3/4 സെന്റിമീറ്റർ തന്നെ ആവുക. ഇനി പെരിമീറ്റർ കാണാൻ എന്താ വേണ്ടത്? ഇതെല്ലാം കൂടി കൂട്ടിയാൽ മതി. 7/6 പ്ലസ് 2 3/4 പ്ലസ് 7/6 പ്ലസ് 2 3/4. അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഒന്നുമില്ല, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ആദ്യം നമ്മൾ ചെയ്തത് കമ്പയർ ചെയ്യാനാണ്, അതായത് അറേഞ്ച് ചെയ്യാനാണ്, ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ. അവിടെ നമുക്ക് എപ്പോഴും അറേഞ്ച് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കമ്പയർ ചെയ്യണമെങ്കിൽ ഡിനോമിനേറ്റർ ഈക്വൽ ആവണം, എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതിന് നമ്മൾ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ LCM കണ്ടു. LCM കണ്ടിട്ട് ഓരോന്നിന്റെയും ഡിനോമിനേറ്റർ LCM ആക്കി മാറ്റി. അപ്പൊ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ആയപ്പോൾ നമുക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് ഈസി ആയിട്ട് പറയാൻ പറ്റി. ഓക്കെ, പിന്നെ കുറച്ച് അഡീഷനും സബ്ട്രാക്ഷനും ആയിട്ട് വന്ന കുറച്ച് പ്രോബ്ലംസ് മാത്രമാണ് ചെയ്തത്. വീഡിയോ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ആവശ്യമായ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.